ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസ് അതിൽ ഒക്ടോബർ മാസത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കാര്യങ്ങൾ നോട്ട്സ് കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആപ്പിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഒക്ടോബർ മാസത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ 70th ഫിലിം ഫെയർ അവാർഡ്സ് 2025. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അവാർഡ്സ് അല്ലേ, നമ്മൾ പ്രത്യേകിച്ച് ഈ ഫിലിം അവാർഡ്സ് ഒക്കെ റീസെൻ്റ്ലി ഒക്കെ ചോദിച്ച് കണ്ട ഒരു സീരീസ് ആണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും അവാർഡ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന അവാർഡ്സ് ഒക്കെ കുറച്ച് നോക്കി നോക്കാറും ചോദിക്കാനുള്ള ഇമ്പോർട്ടൻസ് എന്താണ് കുറച്ച് കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 17th ഫിലിം ഫെയർ അവാർഡ്സ് 2025 ബെസ്റ്റ് ഫിലിം. ഓക്കെ, ലാപ്ത ലേഡീസ് നമ്മളെല്ലാവരും കണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അല്ലേ. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആ വർഷം ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ ഒന്നായിരുന്നത്. അതിന് കൃത്യമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഫിലിം അവാർഡ് ലാപ്ത ലേഡീസിന് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബെസ്റ്റ് ഡയറക്ടർ കിരൺ റാവ്. ഓക്കെ, അതായത് ലാപ്ത ലേഡീസിൻ്റെ ഡയറക്ടറായ കിരൺ റാവിനാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അതിന് അടുത്ത് നോക്കാം ബെസ്റ്റ് ആക്ടർ മെയില് 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് കാർത്തിക് ആര്യനും പിന്നൊന്ന് അഭിഷേക് ബച്ചനും. ഒക്കെ 2 പേർക്ക് പ്രത്യേകം നോട്ട് ചെയ്യുക, കാരണം മെയിൽ 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേരുകൾ നോട്ട് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം പഠിച്ചു വെക്കരുത്. മേ ബി ഓപ്ഷനിൽ വരുന്നത് ചിലപ്പോൾ ഒന്നെങ്കിൽ എന്താണ് കാർത്തിക് ആര്യനാവാം, അല്ലെങ്കിൽ എന്താണ് അഭിഷേക് ബച്ചൻ. അപ്പോൾ ആര് വേണമെങ്കിലും വരാം. അപ്പോൾ ആര് വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ 2 പേരുകളും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ കാർത്തിക് ആര്യനും ഓക്കെ ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന മൂവിക്കാണ് ലഭിച്ചത്. അതുപോലെ അഭിഷേക് ബച്ചൻ അഭിഷേക് ബച്ചന് ലഭിച്ചത് ഐ വാണ്ട് ടു ടോക്ക്. ഐ വാണ്ട് ടു ടോക്ക് എന്ന മൂവിക്കാണ് അഭിഷേക് ബച്ചന് ഈ അവാർഡ് ലഭിച്ചത്. അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് ആലിയ ഭട്ടാണ് ബെസ്റ്റ് ആക്ട്രസ്. ജിഗ്ര എന്ന മൂവിക്കാണ് ആലിയ ഭട്ടിന് ഈ അവാർഡ് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ, ജിഗ്ര. ഓക്കെ, ജിഗ്ര എന്ന മൂവിക്കാണ് ആലിയ ഭട്ടിന് ഈ അവാർഡ് ലഭിച്ചത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയ 17th ഫിലിം ഫെയർ അവാർഡ്സ് ഏതൊക്കെയാണ്? ബെസ്റ്റ് ഫിലിം ലാപ്ത ലേഡീസ്, ബെസ്റ്റ് ഡയറക്ടർ കിരൺ റാവു, ഏതാണ് ലാപ്ത ലേഡീസിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ ബെസ്റ്റ് ആക്ടർ 2 പേർക്കുണ്ട്, ഒന്ന് കാർത്തിക് ആര്യനും ഒന്ന് അഭിഷേക് ബച്ചനും. കാർത്തിക് ആര്യൻ ലഭിച്ചത് ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന മൂവിക്കാണ്. അതുപോലെ അഭിഷേക് ബച്ചൻ ലഭിച്ചത് ഐ വാണ്ട് ടു ടോക്ക് എന്ന് പറയുന്ന മൂവിക്കാണ്. ബെസ്റ്റ് ആക്ട്രസ് ആലിയ ഭട്ടാണ്. ആലിയ ഭട്ട് ലഭിച്ചത് ജിഗ്ര എന്ന മൂവിക്കാണ് ആലിയ ഭട്ടിന് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഹങ്കർ ഇൻഡെക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എല്ലാ ടൈപ്പ് ഇൻഡെക്സുകൾ റാങ്കിങ്സ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കും. നമ്മളെല്ലാം എല്ലാ മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒരു 2-3 റാങ്കിങ്സ് അല്ലെങ്കിൽ 2-3 ഇൻഡെക്സുകൾ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് നമ്മുടെ എല്ലാ കമ്പാരിസൺ പോലെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡെക്സുകളും റാങ്കിങ്സും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നോക്കാം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്ക് 102 ആട്ടോ. ഇന്ത്യ റാങ്ക് 102. നമ്മുടെ GHI സ്കോർ എന്ന് പറയുന്നത് 25.8 ആണ്. അതായത് മേ ബി അതുകൊണ്ട് ചോദിക്കാം, ഒരു എക്സ്ട്രാ ഫാക്ടർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. GHI എന്ന് വെച്ചാൽ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആണ് GHI. അപ്പം GHI സ്കോർ എത്രയാണെന്നൊക്കെ ചോദിക്കാം. എത്രയാണ് അത്? 25.8 ആണ് GHI സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025. ഓക്കെ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025. ടോപ്പ് ആരാണ്? ടോപ്പ് സിംഗപ്പൂർ. ഓക്കെ, സിംഗപ്പൂർ ആണെന്ന് ഇതിനകത്ത് ടോപ്പ് ആയിരിക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 85ാമത്തെ റാങ്കാണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അതാണ് ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് വെച്ചാൽ പാസ്പോർട്ട് ഇൻഡെക്സ് റാങ്ക്സ് ആണ്. അത് ഇന്ത്യയിൽ നിന്ന് 57 കൺട്രീസിലേക്ക് 57 കൺട്രീസ്. ഓക്കെ, 57 കൺട്രീസിലേക്ക് നമുക്ക് വിസയിലാണ്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു റേറ്റിംഗ് കാര്യങ്ങളാണ് ഈ പാസ്പോർട്ട് ഇൻഡെക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ടോപ്പായത് ഏതാണെന്ന് പഠിക്കണം. ടോപ്പായത് സിംഗപ്പൂരാണ്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 85 ആണെന്നും ഒന്ന് പഠിച്ചു നോക്കുക. ഇത് രണ്ടും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 2 റാങ്ക്സും ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 102 ആണ്. GHI സ്കോർ എന്ന് വെച്ചാൽ 25.8 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ടോപ്പ് സിംഗപ്പൂരാണ്. റാങ്ക് എത്രയാണ്? 85 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ധ്വനി, ദ നെയിം ഓഫ് ഇന്ത്യാസ് നെക്സ്റ്റ് ജനറേഷൻ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഡെവലപ്ഡ് ബൈ DRDO. ഓക്കെ, DRDO ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ നെക്സ്റ്റ് ജനറേഷൻ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ് ധ്വനി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പേരുകൾ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എക്സാം ചോദിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും. ഇന്ത്യാസ് നെക്സ്റ്റ് ജനറേഷൻ ഹൈപ്പർസോണിക്
ഗ്ലൈഡ് വെഹിക്കിൾ ഡെവലപ്ഡ് ബൈ DRDO. അതിൻ്റെ പേര് എന്താണ് എൻ്റെ പേര്? ധ്വനി എന്നാണ് അതിൻ്റെ പേര്. ജസ്റ്റ് ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി, വളരെ ഈസിയാണ്. ആ പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ എന്താണ് അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫീച്ചർ എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത്, ടാറ്റ ബിൽഡ് ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ. ആരാണ്? ടാറ്റയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ടാറ്റ ബിൽഡ് ഇന്ത്യാസ് നമ്മുടെ ഫസ്റ്റ്, ലാർജസ്റ്റ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രൈവറ്റ് ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ആരാണ് ബിൽഡ് ചെയ്തത്? ടാറ്റയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിൽഡ് ചെയ്തിരിക്കുന്നത് കോലാർ ഡിസ്ട്രിക്റ്റ് കേട്ടോ. കോലാർ ഡിസ്ട്രിക്റ്റ് കർണാടക. കോലാർ ഡിസ്ട്രിക്റ്റ് കർണാടക. ഓക്കെ, കർണാടകയിലെ കോലാർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്ത്, ബാലോഡ് ഡിസ്ട്രിക്ട് ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ഓഫീഷ്യലി ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്ട്. ഓക്കെ, വീണ്ടും അഗെയിൻ നോക്കിയേ, ഫസ്റ്റ് ഓഫീഷ്യലി ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഏത് ഡിസ്ട്രിക്റ്റ് മാറിയിട്ടുണ്ട്? ബാലോഡ് ഡിസ്ട്രിക്റ്റ് മാറിയിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഒഫീഷ്യലി, അതായത് പ്രധാനമന്ത്രിയുടെ ഒരു ചൈൽഡ് മാരേജ് ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ ഉണ്ട്. ഓക്കെ, പ്രധാനമന്ത്രി ചൈൽഡ് മാരേജ് ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിലാണെന്ത്? ഈ ഫസ്റ്റ് ഓഫീഷ്യൽ ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഇത് മാറിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയപ്പോൾ ഈസിയായി പഠിക്കാം. ചൈൽഡ് മാരേജ് ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ്റെ അണ്ടറിൽ ബാലോഡ് ഡിസ്ട്രിക്ട്. ഓക്കെ, ബാലോഡ് ഡിസ്ട്രിക്ട് എന്താണ്? ബിക്കം ദ ഇന്ത്യസ് ഫസ്റ്റ് ഓഫീഷ്യലി ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. വളരെ ഈസിയാണ്, പഠിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്താണ്, ഇന്ത്യൻ ആർമി കണ്ടക്ടഡ് ഡ്രോൺ കവച് ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ ഡ്രോൺ കവച് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ഇന്ത്യൻ ആർമി അരുണാചൽ പ്രദേശിൽ കണ്ടക്ട് ചെയ്തതിൻ്റെ പേരെന്താണ്? ഡ്രോൺ കവച്. ഇനി ഡ്രോൺ കവച് ആരാണ് കണ്ടക്ട് ചെയ്തത്? ഇന്ത്യൻ ആർമി. അതുപോലെ എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? അരുണാചൽ പ്രദേശ്. അതായത് ഒറ്റ ചോദ്യം, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ്, 3 ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ. ഇത് 3ഉം പഠിച്ചു നോക്കുക. ഇന്ത്യൻ ആർമി അരുണാചൽ പ്രദേശിൽ കണ്ടക്ട് ചെയ്താണത് ഡ്രോൺ കവച് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ മിലിറ്ററി, നേവൽ, അതുപോലെ എയർ എക്സൈസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം അത് മാത്രമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാനുണ്ടല്ലേ. നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം JMAX. ഓക്കെ, JMAX 25. ഓക്കെ, ഇന്ത്യ ആൻഡ് ജപ്പാൻ. അത് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. നോക്കി, JA. അപ്പോൾ എന്തായിരിക്കും? ജപ്പാൻ ആയിരിക്കും. കൺഫേം ആയിട്ട് നോക്കി, J തുടങ്ങുമ്പോൾ എന്തായിരിക്കും? അത് ജപ്പാൻ ആയിരിക്കും. അപ്പോൾ ഇന്ത്യ ആൻഡ് ജപ്പാൻ തമ്മിൽ ഉള്ള ഒരു നേവൽ എക്സൈസ് ആണിത് JMAX 25 എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാടുണ്ടല്ലേ. നമുക്ക് മലബാർ ഉണ്ട്, ധർമ്മയുണ്ട്, വീർഗാർഡിൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇന്ത്യ ആൻഡ് വേണമെങ്കിൽ നമുക്ക് നോക്കി എഴുതാം അല്ലേ. മലബാർ എക്സൈസ്, ധർമ്മ എക്സൈസ്, വീർ ഗാർഡ് എക്സൈസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇന്ത്യ ആൻഡ് ജപ്പാൻ തമ്മിൽ ഉള്ള മിലിറ്ററി എക്സൈസ്. അതുപോലെ ജാമാത, അതും J തുടങ്ങുന്നതാണ്. ഓക്കെ, JAAMAT. ഓക്കെ, ജാമാത, ഇതൊക്കെ ജയിലാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇന്ത്യ ആൻഡ് ജപ്പാൻ തമ്മിലുള്ള നേവൽ എക്സൈസുകളാട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്താണ്, നെക്സ്റ്റ് നോക്കാം, ഇൻ റോക്കൻ. ഓക്കെ, ഇൻ ROK എന്നാണ് ശരിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് കൊറിയയുടെ ROK ആണ്. ആരൊക്കെയാണെന്ന്? ഇന്ത്യ ആൻഡ് സൗത്ത് കൊറിയ ആണ്. ഓക്കെ, ഇന്ത്യ ആൻഡ് സൗത്ത് കൊറിയ തമ്മിൽ കണ്ടക്ട് ചെയ്യുന്നത് INROK എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യ ആൻഡ് സൗത്ത് കൊറിയ. അത് ഇന്ത്യൻ നേവി അതുപോലെ സൗത്ത് കൊറിയയുടെ നേവിയും തമ്മിൽ കണ്ടക്ട് ചെയ്ത ഒരു എക്സൈസ് ആണത് IN. ഇന്ത്യൻ, അതുപോലെ ROK എന്ന് പറയുമ്പോൾ സൗത്ത് കൊറിയ എന്ന് ആലോചിച്ചാൽ മതി. കൊറിയൻ എന്നൊക്കെ ആലോചിച്ചാൽ കേട്ടോ. ROK എന്ന് പറയുന്നത്. അടുത്താണ് സമുദ്രശക്തി ഇന്തോനേഷ്യ. ഓക്കെ, സമുദ്രശക്തി ആരൊക്കെയാണ്? ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ കണ്ടക്ട് ചെയ്യുന്നതാണത് സമുദ്രശക്തി എന്ന് പറയുന്നത്. എവിടെയാണ്? അറ്റ് വിശാഖപട്ടണം കേട്ടോ. നടന്ന് അവിടെ നോക്കിയാൽ വിശാഖപട്ടണം. ഓക്കെ, വിശാഖപട്ടണത്തിലാണിത് ഇത് കണ്ടക്ട് ചെയ്ത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് എന്താണ് ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. 3 പഠിച്ച്. ഒന്ന് JMAX എന്താണ്? ഇന്ത്യ ആൻഡ് ജപ്പാൻ. രണ്ടാമത്തെ INROK എന്താണ്? ഇന്ത്യ ആൻഡ് സൗത്ത് കൊറിയ. അതിന് മൂന്നാമത് സമുദ്രശക്തി ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. ഇത് 3ഉം നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് വിഖ്യാൻ രത്ന അവാർഡ് 2025. ഓക്കെ, വിഖ്യാൻ രത്ന വീണ്ടും അവാർഡ്സ് അല്ലേ. നമ്മൾ നേരത്തെ ഫിലിം അവാർഡ്സ് കൊണ്ട് പോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സയൻസ് ടെക്നോളജി ഫീൽഡ്സിൽ കൊടുക്കുന്നതാണ് വിഖ്യാൻ രത്ന. സയൻസ് ടെക്നോളജി എയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് കൊടുക്കുന്നതാണ് വിഖ്യാൻ രത്ന അവാർഡ് എന്ന് പറയുന്നത് കേട്ടോ. സയൻസ്, അതുപോലെ ടെക്നോളജി. ഓക്കെ, സയൻസ്, ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വിഖ്യാൻ രത്ന അവാർഡ് വിഖ്യാൻ രത്ന അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് അവാർഡ്സ് നോക്കിയാൽ
ദ വിജ്ഞാൻ രത്ന അവാർഡിൽ മെയിൻ ആയിട്ടുള്ള അവാർഡ് കിട്ടിയാണ് ജയന്ത് വിഷ്ണു നർലിക്കാണ് ദ വിജ്ഞാൻ രത്ന അവാർഡ് മെയിൻ ആയിട്ട് കിട്ടിയവരാണ് ജയന്ത് വിഷ്ണു നർലിക്കാരനാണ് ദ വിജ്ഞാൻ രത്ന അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പത്മഭൂഷൺ പർപ്പസ് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ കുറച്ച് സബ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ വിജ്ഞാൻ ശ്രീ ഉണ്ട്, വിജ്ഞാൻ യുവ ഉണ്ട്, വിജ്ഞാൻ ടീം അവാർഡ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് വിജ്ഞാൻ ശരിക്കും പറഞ്ഞാൽ വിജ്ഞാൻ രത്ന അവാർഡ് ലഭിച്ച ആർക്കാന്ന് വെച്ചാൽ അത് ജയന്ത് വിഷ്ണു നർലിക്കാരനാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ഇനി വിജ്ഞാൻ ശ്രീ എത്ര പേർക്കാണ്? വിജ്ഞാൻ ശ്രീ 8 പേർക്ക്, 8 സയൻറ്റിസ്റ്റിനാണ് ഇത് വിജ്ഞാൻ ശ്രീ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ വിജ്ഞാൻ യുവ എത്ര പേർക്കാണ്? 14 സയൻറ്റിസ്റ്റാണ് ഇത് വിജ്ഞാൻ യുവ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ വിജ്ഞാൻ ടീം അവാർഡ് ആർക്കാണ്? അത് ടീം അരോമ മിഷൻ CSR. ഓക്കെ, ടീം അരോമ മിഷൻ CSIR ആണിത് വിജ്ഞാൻ ടീം അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇതാരാണ് ഈ അവാർഡ്സ് കൊടുക്കുന്ന? ഓൾറെഡി പറഞ്ഞു എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി ആരായിരിക്കും? ഒബ്വിയസ്ലി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും എന്ത് ഈ അവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും കൂടുതൽ ജയന്ത് വിഷ്ണു നർലിക്കാരൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക വിജ്ഞാൻ. പിന്നെ അതുപോലെ എത്ര പേർക്ക് കിട്ടി എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കാം. 8 സയൻറ്റിസ്റ്റ്, 14 സയൻറ്റിസ്റ്റാണ് വിജ്ഞാൻ ശ്രീ വിജ്ഞാൻ യുവയും കിട്ടിയതെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് വീണ്ടും വീണ്ടും എക്സസൈസ് ഉണ്ട്. ഒരുപാട് മിലിറ്ററി എക്സസൈസും എയർ എക്സസൈസും ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നോക്കുന്നത് കേട്ടോ. നോക്കാം. നാറ്റ്പോൾ റെക്സ്. ഓക്കെ, നാറ്റ്പോൾ റെക്സ് ചെന്നൈ കോസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നാറ്റ്പോൾ റെക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ്. അതാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ, നാഷണൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ്. നാഷണൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ്, അതാണ് നാറ്റ്പോളറെക്സ് എന്ന് പറയുന്നത്. ചെന്നൈ കോസ്റ്റ് വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ എവിടെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ചെന്നൈ കോസ്റ്റ് വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് ഓസ്ട്രാഹിന്ദ്. ഈസി അല്ലേ? ഓസ്ട്രാഹിന്ദ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രാഹിന്ദ് എന്ന് പറയുന്നത്. ഓക്കെ, പെർത്തിലാണത് ഇത് എവിടെയാണ് കണ്ടക്ട് വെച്ചാൽ പെർത്ത് ഓസ്ട്രേലിയ പെർത്തിലാണത് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. പേര് തന്നെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് കിട്ടും. പേര് തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ കൊങ്കൺ 2025. ഓക്കെ, കൊങ്കൺ. അപ്പോൾ കെ ഉണ്ട്. അപ്പോൾ കേരളം എന്തായിരിക്കും? UK എന്നാണ് വെച്ചാൽ. നോക്കി, കൊങ്കൺ UK. ഇത് അറേബ്യൻ സീ വെസ്റ്റ് കോസ്റ്റ്, അറേബ്യൻ സീയുടെ വെസ്റ്റേൺ കോസ്റ്റ് ആണിത്. ഇത് അല്ലേ അറേബ്യൻ സീയുടെ വെസ്റ്റേൺ കോസ്റ്റിലാണിത് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്താണ് 46th and 47th ഏഷ്യൻ സബ്മിറ്റ്സ്. 46ാമത്തെയും 47ാമത്തെയും ഏഷ്യൻ സബ്മിറ്റ്സ്. ഓക്കെ, നോക്കാം എവിടെയൊക്കെയാണ് കണ്ടക്ട് ചെയ്ത് നോക്കാം. ഒരുമിച്ചായിരുന്നു. 46ാമത്തെയും 47ാമത്തെയും ഏഷ്യൻ സബ്മിറ്റ് കണ്ടക്ട് ചെയ്ത് കോലാലംപൂർ, മലേഷ്യ. ഓക്കെ, മലേഷ്യയിലെ കോലാലംപൂർ വെച്ചിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലേസ് എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കാം. ഓക്കെ, ഹോസ്റ്റ് നമ്മൾ പഠിച്ചു. എവിടെയാണ്? കോലാലംപൂർ, മലേഷ്യ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ചെയർഡ് ബൈ ആരാണ്? ചെയർഡ് ബൈ അൻവർ ഇബ്രാഹിം. ആരാണ് അൻവർ ഇബ്രാഹിം? PM ഓഫ് മലേഷ്യ. അപ്പോൾ അതൊരു എക്സ്ട്രാ ചോദ്യമായില്ലേ? ഓൾറെഡി കാര്യം പഠിച്ചു. അതിൻ്റെ കൂടെ എന്താണ് ഈ അൻവർ ഇബ്രാഹിം ആരാണ്? അത് PM പ്രൈം മിനിസ്റ്റർ ഓഫ് മലേഷ്യ. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആണത് അൻവർ ഇബ്രാഹിം എന്ന് പറയുന്നു. ഇനി എന്താണ് തീം? ഓക്കെ, 46 and 47 തീമാണ് ഇൻക്ലൂസിവിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണെന്ത് തീം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ചോദിക്കട്ടെ തീംസ് ഒക്കെ. കാരണം ഇതിനുള്ള ഞാൻ പറഞ്ഞു GK ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് കണ്ടന്റ് വൈസ് കാര്യങ്ങൾ കുറച്ചുകൂടെ കൂട്ടാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് അതിലൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം റോങ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി തന്നെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇൻക്ലൂസിവിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണെന്ത് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഇന്ത്യ ഡിക്ലെയർ 2026 as Asian Indian Year of Maritime Cooperation. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കി ഇതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്റ്റ് ടിമോർ ബിക്കം ദ 11th മെമ്പർ ഓഫ് ഏഷ്യൻ. ഓക്കെ, ഏഷ്യൻ്റെ 11th മെമ്പർ ആയിട്ട് ആരെയാണത്? ഈസ്റ്റ് ടിമോർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. 14th മെമ്പറായിട്ട് ഏഷ്യൻ്റെ കൂടെ ചേർന്നത് ഏത് കൺട്രി ആണെന്ന് ചോദിക്കാം. ഓക്കെ, അത് ഈസ്റ്റ് ടിമോർ ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാണ് ഈ ഏഷ്യൻ ഫൗണ്ട് ചെയ്ത്? 1967 കേട്ടോ. 1967 ഈ ഏഷ്യൻ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജക്കാർത്ത കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ജക്കാർത്ത. ഓക്കെ, ജക്കാർത്തയാണിത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഏഷ്യൻ സബ്മിനുമായിട്ടുള്ള കൂടുതലുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ബിൽഡ് അറ്റ് മിഗ്ല പാസ്. ഓക്കെ, വേൾഡിലെ തന്നെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് എവിടെയാണ് ബിൽഡ് ചെയ്തെന്ന് വെച്ചാൽ മിഗ്ല പാസ് അറ്റ് ഹിമാചൽ പ്രദേശ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഏറ്റവും നമ്മുടെ BR ബിൽഡ് ചെയ്ത റോഡാണ്. ഇവിടെയാണ് മിഗ്ല പാസിലാട്ടോ.
ഓക്കെ, നേരത്തെ വേറെ ഏതോ പാസ് ആയിരുന്നു, ഏരിയ മറന്നുപോയി. ഓക്കെ, ആ പാസ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മിഗ്ല പാസ് ആണ് വേൾഡ്സിലെ ഹയസ്റ്റ് ആയിട്ടുള്ള മോട്ടറബിൾ റോഡ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിലാണ് ഈ മിഗ്ല പാസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ മിഗ്ല പാസ് ആണ് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് എന്ന് പറയുന്നത് കേട്ടോ. വേൾഡ്സ് ആണ് വേൾഡ്, വെറും ഇന്ത്യയിലല്ല, വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണ് മിഗ്ല പാസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് ബജ്റാങ് സേതു. ഓക്കെ, ബജ്റാങ് സേതു ആണ് ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്. നോക്കി, ഇന്ത്യസ് ഫസ്റ്റ് ഗ്ലാസ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഈസ് ബീങ് ബിൽഡ് ഇൻ ഋഷികേഷ്. അതായത് ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് എന്ന് പറയുന്നതാണ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ദേ കാണുന്ന കേട്ടോ, ഗ്ലാസ് ബ്രിഡ്ജ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കാം, ഏത് റിവറിൻ്റെ കുറുകെയാണ്, അല്ലെങ്കിൽ ഏത് റിവറിൻ്റെ ക്രോസ് ആണ് ഇത് ബിൽഡ് ചെയ്യുന്നതൊക്കെ ചോദിക്കാം. നമ്മുടെ ഗംഗാ റിവറിൻ്റെ റിവറിൻ്റെ ഇതാണ് ക്രോസ് ആണത് ഈ ബജ്റാങ് സേതു പണി. അപ്പോൾ പ്രത്യേകം ചോദിക്കാം, ബജ്റാങ് സേതു ഇന്ത്യാസ് ഫസ്റ്റ് ഗ്ലാസ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഉത്തരാഖണ്ഡ് ഋഷികേശിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യ റാങ്ക്സ് 9th പൊസിഷൻ ഗ്ലോബലി ഇൻ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ. അതായത് ഗ്ലോബലി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ 9th പൊസിഷൻ. ഓക്കെ, ഓവറോൾ 9th പൊസിഷൻ ഇന്ത്യ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് ആരാണ്? ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്യുന്നത് ഏത് കൺട്രിയാണ്? അത് റഷ്യ കേട്ടോ. ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കൺട്രി റഷ്യ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് റഷ്യ ആണ്. സെക്കൻഡ് വരുന്നത് ബ്രസീലാണ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് റഷ്യ, സെക്കൻഡ് വരുന്നത് ബ്രസീൽ. ഓക്കെ, ഇന്ത്യ 9th ഗ്ലോബൽ 9th റാങ്കിങ് ആണിത് ഈ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത്, ഖലീൽ അൽ അനാനി ബിക്കം ദ 11th ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം യുനെസ്കോ പോലുള്ള ഓർഗനൈസേഷൻ്റെ പുതിയ ഡയറക്ടർ അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതോളം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവർ നോട്ട് ചെയ്ത് വെക്കുക. ഖലീൽ അൽ അനാനി ബിക്കം ദ 11th ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ. യുനെസ്കോയുടെ 11th ഡയറക്ടർ ജനറൽ ആയിട്ട് ഖലീൽ അൽ അനാനിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്, മസ്റ്റായിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ഹുറൂൺ റിച്ച് ലിസ്റ്റ് 2025. ഓക്കെ, മുകേഷ് അംബാനി ഇന്ത്യയിൽ നിന്ന് ഹുറൂൺ ലിസ്റ്റിൽ 2025 മുകേഷ് അംബാനിയാണത് ഇതിനകത്ത് ടോപ്പായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഒരു വേറെ കാര്യം വെച്ചാൽ ഷാറൂഖ് ഖാൻ. ഓക്കെ, ഷാറൂഖ് ഖാൻ ആണത് ഏറ്റവും ലോകത്തിൽ തന്നെ വേൾഡ്സിലെ ഹുറൂൺ റിച്ച് ലിസ്റ്റിൽ അംബാനി, ഇന്ത്യയിൽ നിന്ന് അംബാനി ആയിട്ടുള്ള കേട്ടോ. അതുപോലെ ഷാറൂഖ് ഖാൻ ഈ ലിസ്റ്റിലുണ്ട് കേട്ടോ, ഷാറൂഖ് ഖാൻ. ഓക്കെ, ഷാറുഖ് ഖാൻ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെയ്ഡ് ആക്ടർ ആരാണെന്ന് വെച്ചാൽ ഷാറുഖ് ഖാൻ ലിസ്റ്റ്. ഇതിനകത്ത് ഹുറൂൺ റിച്ച് ലിസ്റ്റിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആക്ടേഴ്സിൽ ഒന്നാമത് വയ്ക്കുന്നത് ഷാറുഖ് ഖാൻ ആണ്. അതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇത് രണ്ട് ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള 2 ചോദ്യങ്ങൾ കേട്ടോ. അടുത്ത്, കേരള വിൽ ബിൽഡ് ഇന്ത്യാസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ ടണൽ. ഓക്കെ, അതായത് നോക്കിയേ, ഇന്ത്യാസ് ആണ് നമ്മൾ സ്വന്തം കേരള ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് അണ്ടർ വാട്ടർ ടണലാണ്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യാസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ ടണൽ. ഏകദേശം 2.7 കിലോമീറ്റർ 2.7 കിലോമീറ്റർ ആണിത് ഈ അണ്ടർ വാട്ടർ ടണലിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത്. കണക്ട് ചെയ്യാൻ പോകുന്ന എവിടെ നിന്ന് വെച്ചാൽ വൈപ്പിൻ മുതൽ ഫോർട്ട് കൊച്ചി കേട്ടോ. വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി, വൈപ്പിൻ തൊട്ട് ഫോർട്ട് കൊച്ചിയിലാണിത് ഈ ടണൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വൈപ്പിൻ മുതൽ ഫോർട്ട് കൊച്ചി വരെ 2.7 കിലോമീറ്റർ ആണ് ഇത് നടക്കുന്നത്. അടുത്ത് നോക്കി, തെലുങ്കാനാസ് ബതുകാമ ഫെസ്റ്റിവൽ സെറ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ടോളസ്റ്റ് ഫ്ലോറൽ അറേഞ്ച്മെന്റ്. നമ്മൾ സ്ട്രാറ്റജിക്കലൊക്കെ പഠിക്കുന്നതല്ലേ നമ്മുടെ ബതുകാമ ഫെസ്റ്റിവൽ. അപ്പോൾ തെലുങ്കാനയുടെ ബതുകാമ ഫെസ്റ്റിവൽ നോക്കിയാൽ അവർ നടത്തുന്ന ഒരു ഫ്ലോറൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ വേൾഡിൽ തന്നെ നോക്കിയാൽ വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫ്ലോറൽ അറേഞ്ച്മെന്റ് ഹൈറ്റിൽ ഏറ്റവും കൂടുതൽ ഫ്ലോറൽ അറേഞ്ച്മെന്റ് നടത്തി ബതുകാമ ഫെസ്റ്റിവൽ എന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമാക്കുന്നതുകൊണ്ട് നെക്സ്റ്റ് അടുത്ത തവണയ്ക്ക് ഇത് ചോദിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വേൾഡ് ഗ്രീൻ എക്കോണമി സബ്മിറ്റ് ഹെൽഡ് അറ്റ്
ദുബായ്. അപ്പോൾ ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞില്ല സബ്മിറ്റ്സ് കോൺഫറൻസസുകൾ ഇതൊക്കെ എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് എന്താണ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ വേൾഡ് ഗ്രീൻ എക്കണോമി സബ്മിറ്റ് എവിടെ വെച്ച് നടന്നത്? ദുബായിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തീമുണ്ട്, ഇന്നോവേഷൻ ഫോർ ഇമ്പാക്റ്റ്. നോക്കി, ഇതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇന്നോവേഷൻ ഫോർ കാണാമെന്ന് വിചാരിക്കുന്നു, കാണാം അല്ലേ? ഇന്നോവേറ്റിംഗ് ഫോർ ഇമ്പാക്റ്റ്, ആക്സിലറേറ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഗ്രീൻ എക്കണോമി. ഓക്കെ, നോക്കി, ആക്സിലറേറ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഗ്രീൻ എക്കണോമി. അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് പഠിച്ചു നോക്കുക. വെറുതെ ദുബായ് മാത്രം കണക്ട് ചെയ്ത് മാത്രമല്ല, ഇതിൻ്റെ തീം എന്താണെന്ന്. അപ്പോൾ നേരത്തെ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി എന്നൊക്കെ പറഞ്ഞ് 46 and 47 ഏജ് സമ്മിറ്റിൻ്റെ കാര്യം പഠിച്ചില്ലേ? അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് എന്താണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ആക്സിലേറ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഗ്രീൻ എക്കണോമി എന്നാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്ത് ദുബായിൽ വെച്ചാണ് ഈ കോൺഫറൻസ് സമ്മിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഡിസ്കവേർഡ് ആൻറ്റിബയോട്ടിക് നാഫിത്രോമൈസിൻ. ഓക്കെ, ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ഡിസ്കവേർഡ് ആൻറ്റിബയോട്ടിക്കിൻ്റെ പേരാണെന്ത്? നാഫിത്രോമൈസിൻ എന്ന് പറയുന്നത്. അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഓക്കെ, ക്യാൻസർ പേഷ്യൻസിനൊക്കെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിന്, അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി അതാണ് ഫസ്റ്റ് ഇൻഡിജിനിയസ് ആൻറ്റിബയോട്ടിക് നാഫിത്രോമൈസിൻ എന്ന് പറയുന്നത്. അടുത്ത്, ഇന്ത്യ ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഫോർ 2026-2028 ടൈം. അപ്പോൾ ഇന്ത്യ എന്താണ് 2026-2028 UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിലേക്ക് എന്താണ് ഇന്ത്യനെ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ചോദിക്കാം ഏതൊക്കെ വർഷത്തെ ടേമുകളാണെന്ന് ഇന്ത്യ സെലക്ട് ചെയ്തത്. അപ്പോൾ 2026-2028 ടൈമിലാണെന്ന് ഇന്ത്യനെ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്താണ്, മാൽഡീവ്സ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ദ വേൾഡ് അഗെയിൻ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ടു എലിമിനേറ്റ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് സിഫിലിസ്. അപ്പോൾ ഇത് മൂന്നും എന്താണ് എലിമിനേറ്റ് ചെയ്ത ആദ്യത്തെ രാജ്യമാണിത് മാൽഡീവ്സ് എന്ന് പറയുന്നത്. ഈ കാര്യം പറഞ്ഞാലാണ് ഡിക്ലെയർഡ് ബൈ WHO കേട്ടോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ഡിക്ലെയർഡ് ബൈ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണിത് ഈ ഒരു കാര്യം നിലവിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആരാണ് ഈ കാര്യം പറഞ്ഞാൽ റിലീസ് ചെയ്യുന്നതൊക്കെ ചോദിക്കാം. അടുത്താണ്, നമ്മൾ നേരത്തെ ദുബായ് കണ്ടു. ഇത് നോക്കിയതാണ്, അബുദാബി സിറ്റി ഹോസ്റ്റഡ് ദ 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്. ഓക്കെ, IUCN 2000 വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് ആരാണ് എവിടെ വെച്ചാണ് ഹെൽഡ് ചെയ്തതെന്ന് വെച്ചാൽ അബുദാബി സിറ്റി ആണെന്ന് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരെ ദുബായ് പഠിച്ചായിരുന്നു, ഇപ്പോൾ നോക്കി അബുദാബി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നോക്കിയാൽ ഇതിൻ്റെ ഒരു തീം എന്ന് വെച്ചാൽ പവറിങ് കൺസർവേഷൻ. ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? പവറിങ് ട്രാൻസ്ഫോർമേറ്റീവ് കൺസർവേഷൻ. ഓക്കെ, പവറിങ് ട്രാൻസ്ഫോർമേറ്റീവ് കൺസർവേഷൻ ആണെന്ന് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തീം കൂടെ ജസ്റ്റ് പഠിച്ചു നോക്കുക. അപ്പോൾ അബുദാബിയിലാണെന്ന് 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് നടന്നത്. അത് മാത്രമല്ല തീമാണെന്ന് പവറിങ് ട്രാൻസ്ഫോർമേറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നതാണെന്ന് 2025 തീം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത്, മധ്യപ്രദേശ് സ്റ്റേറ്റ് ടോപ്ഡ് ദ സ്റ്റേറ്റ് മൈനിങ് റെഡിനെസ് ഇൻഡെക്സ് 2025. ഓക്കെ, മധ്യപ്രദേശ് നോക്കി, അതായത് സ്റ്റേറ്റ് മൈനിങ് റെഡിനെസ് ഇൻഡെക്സിൽ 2025 റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പ് വന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? അത് മധ്യപ്രദേശ് സ്റ്റേറ്റ് ആണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ടോപ്പിൽ എത്തിയിട്ടുള്ള കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഇന്ത്യസ് ഫസ്റ്റ് സെമി കണ്ടക്ടർ ഇന്നോവേഷൻ മ്യൂസിയം ഹാസ് ബീൻ ഓപ്പൺ ഇൻ ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എന്ന് പറഞ്ഞ സാധനം അല്ലേ, ഫസ്റ്റ് സെമി കണ്ടക്ടർ മ്യൂസിയം. കൂടുതലും ഈ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്ന അവിടെയാണ്, ഹൈദരാബാദ് തന്നെ കേട്ടോ. നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ പഠിച്ചപ്പോഴൊക്കെ എന്താണ് സെമി കണ്ടക്ടർ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ വന്ന് ഹൈദരാബാദിലാണ്. ഓക്കെ, ഓപ്പൺ ഇൻ ഫസ്റ്റ് സെമി കണ്ടക്ടർ ഇന്നോവേഷൻ മ്യൂസിയം എവിടെയാണ്? അത് ഹൈദരാബാദിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ടോപ്പ് ഇൻ ദ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ദ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2026. അതായത് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2026 അപ്പോൾ മീൻസ് 2025 26 പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് 2026 റാങ്കിങ്സിൽ എന്താണ് ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്ന ആരാണത്? ഓക്സ്ഫോർഡ് ആണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണ് ഇതിനകത്ത് ടോപ്പ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ടോപ്പ് ആയിരുന്നു വെച്ചാൽ ഇന്ത്യയിൽ IISc ബാംഗ്ലൂർ ആട്ടോ. ഓക്കെ,
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, IISc. ഫ്രം ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ആരാണ് ടോപ്പായിട്ടെന്ന് വെച്ചാൽ അത് IISc ബാംഗ്ലൂരാണ് ഇന്ത്യയിൽ നിന്നും ടോപ്പായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് ഫിലിപ്പീൻസ് ലോഞ്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യാസ് ഫസ്റ്റ് കോറൽ ലാർവേ ക്രയോ ബാങ്ക്. ഓക്കെ, ഫിലിപ്പീൻസ് എന്താണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഫസ്റ്റ് കോറൽ ലാർവേ കോറൽ ലാർവേ ക്രയോ ബാങ്ക്. എന്തിനാണ് ഇത്? ടു ഹെൽപ്പ് റീസ്റ്റോർ കോറൽ റീഫ്സ്. ഓക്കെ, അതായത് കോറൽ റീഫ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് അത് ക്രയോ ബാങ്ക് എന്നൊരു സംഭവം ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഫിലിപ്പീൻസാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യാസ് ഫസ്റ്റ് കോറൽ ലാർവേ ക്രയോ ബാങ്ക്. ഏത് രാജ്യമാണ്? ഫിലിപ്പീൻസ് എന്നാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്താണ് തമിഴ്നാട് സ്റ്റേറ്റ് ബിക്കം ഇന്ത്യാസ് ഫസ്റ്റ് ഡുഗോങ് കൺസർവേഷൻ റിസർവ് ലൊക്കേറ്റഡ്. ഈ ഡുഗോങ് എന്ന് വെച്ചാൽ മറൈൻ ആനിമൽ ആണ്. ഡുഗോങ് ഈസ് എ മറൈൻ ആനിമൽ. ഓക്കെ, ഡുഗോങ് ഒരു മറൈൻ ആനിമൽ ആണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കൺസർവേഷൻ തമിഴ്നാട് സ്റ്റേറ്റ് ആണെന്ത് ഇന്ത്യസ് ഫസ്റ്റ് ഡുഗോങ് കൺസർവേഷൻ റിസർവ് ലൊക്കേറ്റഡ്. അതായത് ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത ആരെന്ന് വെച്ചാൽ തമിഴ്നാടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡുഗോങ് ഒരു എന്താണ് മറൈൻ ആനിമൽ ആണ്. അപ്പോൾ അതിൻ്റെ പാക് ബേ എന്ന സ്ഥലത്താണ്. പാക് ബേ എവിടെയാണെന്ന് വെച്ചാൽ പാക് ബേ ഇവിടെയാണ് ആ റിസർവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്താണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഫാക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് 53rd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, റീസെൻ്റ് വന്ന അപ്പോയിൻമെൻ്റ് ആണ്. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് സൂര്യകാന്ത് ആണ് 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ 51, 52, 53 ഈ റീസെൻ്റ് ആയിട്ട് പെട്ടെന്ന് മാറി വന്നതാണ്. അപ്പം ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് 53rd ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് പറയാം അല്ലേ. കാരണം ചീഫ് ജസ്റ്റിസ് മാറുകയെന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണല്ലേ. അടുത്ത് രഞ്ജന പ്രകാശ് ദേശായി വിൽ ചെയർ ദ 8th സെൻട്രൽ പേ കമ്മീഷൻ. നമുക്കറിയാം 8ാമത്തെ സെൻട്രൽ പേ കമ്മീഷൻ എന്താണ് ഉടനെ വരും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ജനുവരി 2026 ജനുവരി 1 മുതലാണ് ഇത് നിലവിൽ വരുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പേ കമ്മീഷൻ ആരാണ് ചേരുന്നത് വെച്ചാൽ രഞ്ജന പ്രകാശ് ദേശായി ആണ് ഈ പേ കമ്മീഷൻ 8th പേ കമ്മീഷൻ ചെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കാര്യങ്ങൾ സാലറീസ് കാര്യങ്ങളൊക്കെ സാലറീസ് അലവൻസസ് കാര്യങ്ങളൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന പുതിയ പരിഷ്കരണമാണ് 8th പേ സെൻട്രൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരുടെ സാലറിയൊക്കെ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷനായ കാര്യമാണ്. നമ്മുടെ മീൻസ് സെൻട്രൽ ഗവൺമെൻറ് ജോബുകളിലേക്ക് നമുക്ക് ജോലി നേടാൻ വേണ്ടി ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിരിക്കില്ല ഈ സാലറീസിൽ ഒരു ഹൈക്ക് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ്. നമ്മളെപ്പോഴും എല്ലാവരും മിക്കവരും ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നത് മണി അല്ലേ, നമ്മുടെ ഒരു സാലറി എന്നൊരു കാര്യത്തിലാണെന്ന് മിക്കപ്പോഴും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിന് ഒരു നല്ല ഹ്യൂജ് ഹൈക്ക് വരുന്ന ഒരു പുതിയ ഓരോ ലെവൽ കമ്മീഷൻ വരും. അപ്പം ഇനി വരാൻ പോകുന്ന 8th പേ ലെവൽ കമ്മീഷനാണ്. അപ്പോൾ അത് ചെയർ ചെയ്യുന്നവരാണ് അത് രഞ്ജന പ്രകാശ് ദേശായിയാണത് ഇനിയുള്ള കമ്മീഷൻ ചെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് മൊറോക്കോ വോൺ ദ 2025 ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പ്. 2025 ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പ് ആരാണ് വോൺ ചെയ്ത്? മൊറോക്കോ. ഓക്കെ, മൊറോക്കോയാണത് ഇത് വോൺ ചെയ്തിരിക്കുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എവിടെയാ ഹോസ്റ്റ് കൺട്രി എവിടെയാ? ചിലിയിലാട്ടോ. ചിലിയിലാണ് എന്ത് നടന്ന കേട്ടോ, ഹോസ്റ്റ് ചിലി. ഓക്കെ, ചിലി വെച്ചാണിത് ഈ ഒരു ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്ത്. അത് മാത്രമല്ല റണ്ണേഴ്സ് അപ്പ് ആരാണ്? അർജന്റീന കേട്ടോ. അർജന്റീനയാണ് ഇതിനകത്ത് റണ്ണേഴ്സ് അപ്പ് ആയി മാറി കേട്ടോ. റണ്ണേഴ്സ് അപ്പ് ആയത് അർജന്റീനയാണ്. ഇനി അടുത്ത് പ്രവീർ രഞ്ജൻ ടുക്ക് ചാർജ് ആസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് CISF. വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. CISF, CRPF, ഇന്ത്യൻ ആർമി, നേവി തുടങ്ങിയവരൊക്കെ ഹെഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുള്ളതാണ്. അപ്പോൾ പുതിയ CISFൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ആരാ അപ്പോയിൻറ്റ്? പ്രവീർ രഞ്ജനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രവീർ രഞ്ജൻ ടുക്ക് ആസ് ചാർജ് ആസ് ഡയറക്ടർ ജനറൽ ഓഫ് CISFൻ്റെ പുതിയ DG ആയിട്ട് പ്രവീർ രഞ്ജനാണ് ചാർജ് എടുത്തിട്ടുള്ള അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നൊബേൽ പ്രൈസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണ് നൊബേൽ പ്രൈസ്. നിങ്ങൾ അവാർഡ്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഏറ്റവും മസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണെന്ന് ഈ നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിനെയും ഡീപ്പായിട്ട് മീൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിപ്പോകാം. ഫസ്റ്റ് നൊബേൽ പ്രൈസ് ഇൻ മെഡിസിൻ ആരൊക്കെയാണ്? ഓക്കെ, മാരി ഇ ബ്രൻകോ, ഫ്രെഡ് റാംസെൽ, ഷിമോൺ സഗോച്ച്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കീവേഡ് പോലെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി. കാരണം ഈ പേരുകൾ കുറച്ച് ഡിഫിക്കൽറ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു കീവേഡ് പോലെ എന്തായാലും നോക്കിയാൽ ഓക്കെ, മേരി, അതുപോലെ എന്താണ് ഫ്രെഡ്, അതുപോലെ മോൻ. അപ്പോൾ അങ്ങനത്തെ കുറേ കീവേഡുകൾ നോക്കി അങ്ങനെ വെക്കുക. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി പഠിക്കാൻ. ഓക്കെ, അതായത്
ഒരു ഒറ്റ പേര് വരെ പഠിച്ചു നോക്കുക. അതായത് എന്താ പറയുക, മാരി ഫ്രെഡ്മോനോ അങ്ങനെ എന്തെങ്കിലും ഒറ്റ പേരായിട്ട് നിങ്ങൾ കണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ആ ഓപ്ഷനിൽ നമുക്ക് ഉത്തരങ്ങൾ ഓർമ്മ വന്നാൽ മതി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം കാണുമ്പോൾ എന്താണ് നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേരി ഫ്രൈഡ് ഷിമോണെന്നോ അല്ലെങ്കിൽ മേരി ഫ്രൈഡ് മോനെന്നോ, അപ്പോൾ അങ്ങനെ ഒരു കോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അടുത്ത നെക്സ്റ്റ് ആണ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്. ഓക്കെ, ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത് നോക്കാം. ജോൺ ക്ലാർക്ക്, ഓക്കെ, മിച്ചൽ എച്ച് ദിവോറിറ്റ്, ജോൺ എം മാർട്ടിൻസ്. ഓക്കെ, ഇപ്പോൾ ഇവർക്ക് മൂന്നുപേർക്കാണ് ഇത് ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടന്റ് നിങ്ങൾ അതിൽ നോക്കേണ്ട ആവശ്യമില്ല, മീൻസ് എന്തിനു വേണ്ടിയാണുള്ളത്, ഈ 3 പേരാണത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കാണാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇത് എന്താണ് പഠിച്ചു നോക്കുക, ജോൺ മിച്ചൽ എന്നാണ് വെച്ചേക്കുക. അപ്പോൾ 2 ജോണില്ലേ അല്ലേ? ഓക്കെ, 2 ജോൺ ഉണ്ട്, ഒരു മിച്ചൽ ഉണ്ട്. അപ്പോൾ ജോണും മിച്ചൽ, ഇത് 3ഉം ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ജോൺ മിച്ചൽ എന്നാലോചിക്കുക. എന്താണ് ഫിസിക്സിനാണ് ഇവർക്ക് 3 പേർക്കും നോബൽ പ്രൈസ് കിട്ടിയെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. ഓക്കെ, സുസുമു കിറ്റാഗവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. ഓക്കെ, ഇതിലെന്താണ് കീവേഡ് കണ്ടുപിടിച്ച് വെക്കുക. അതായത് കിറ്റ്, അതുപോലെ എന്താണ് റിച്ച്, അതുപോലെ ഒമർ. ഓക്കെ, ഒമർ റിച്ച് കിഡ് എന്നോ അല്ലെങ്കിൽ റിച്ച് കിഡ് എന്നൊക്കെ ആലോചിക്കില്ല. അപ്പോൾ റിച്ച് കിഡ്, ഒമർ ഈസ് എ റിച്ച് കിഡ് എന്നോ, അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. എന്താ കണക്ഷൻ വെച്ച് 3 പേരും ഒരുമിച്ച് കണക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോഴും അത്രയ്ക്ക് നല്ലത്. കാരണം നിങ്ങൾ ഇത്രയും ഇപ്പോൾ നമ്മൾ 3 സ്ലൈഡ് തന്നെ കണ്ടു അല്ലേ? അപ്പോൾ അതായത് 9 പേരുകളായി. അപ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഏതൊക്കെ പേരാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ മാക്സിമം ഇത് കണക്ട് ചെയ്യുക ഏതെങ്കിലും രീതിയിൽ ഒരേ സാധനം. അതായത് ഇപ്പോൾ കെമിസ്ട്രി കിട്ടിയ 3 പേരുടെ പേര് ഒറ്റൊരു കോഡിൽ പഠിക്കുക, ഫിസിക്സ് കിട്ടിയവരുടെ ഒറ്റൊരു കോഡ് പഠിക്കുക, മെഡിസിൻ ഒറ്റൊരു കോഡ് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷനോ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മളൊരിക്കലും എഴുത്ത് പരീക്ഷ പോലെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഫുള്ളായിട്ട് ഈ സാധനം എടുത്ത് പുറത്തേക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതായിരുന്നല്ലോ എന്നൊരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തിയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയതാണ്. ഓക്കെ, ജോയൽ മൊക്യർ, ഫിലിപ്പ് അക്യോൺ, പീറ്റർ ഹോവിറ്റ്. ഓക്കെ, ഇവർ 3 പേർക്കാണ് ഇത് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്താണ് നോബൽ പ്രൈസ് പീസിനാണ്, പീസും ലിറ്ററേച്ചറാണ്. പീസ് ലഭിച്ചത് മരിയ കൊറീന മെച്ചാഡോയ്ക്കാണ് ഇത് നോബൽ പ്രൈസ് ഇൻ പീസ് ലഭിച്ചത്. ലിറ്ററേച്ചർ ലഭിച്ച ആൾക്കാണ് അത് ലാസ്ലോ ക്രാസ്നാഹോർക്കൊക്കെയാണ് ഇത് ലിറ്ററേച്ചറിലെ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൊബേൽ പ്രൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പേരുകളും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. കാരണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവാർഡ്സ് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടത് ഏതെന്ന് വെച്ചാൽ അത് നോബൽ പ്രൈസ് തന്നെയാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്റ്റാണിത് എന്ന് പറയുന്നത്. മസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ISA. നമ്മൾ സ്ഥിരമായിട്ട് കാണാനുള്ള ISA ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്ക് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ കറണ്ട് അഫയേഴ്സ് കാണുന്ന ഒരു കാര്യമാണ്. നോക്കാം എന്താണെന്ന്. ഓക്കെ, ഇന്റർനാഷണൽ സോളാർ അലയൻസ് 2020 നടന്ന ഹോസ്റ്റ് ഭാരത് മണ്ഡപം ന്യൂഡൽഹി, നമ്മുടെ ഇന്ത്യയിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഇത് നടന്നത്. ഇനി ആരാണ് ഇത് അഡ്രസ് ബൈ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഓക്കെ, ദ്രൗപദി മുർമുവാണ് ഇത് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. തീം എന്തായിരുന്നു 2025 തീം എന്ന് പറയുന്നത്? അത് വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്. ഓക്കെ, വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്. ഓക്കെ, വൺ സൺ വൺ വേൾഡ് അതുപോലെ വൺ ഗ്രിഡ് എന്നാണ്. അപ്പോൾ വൺ എന്നാലോചിച്ചാൽ മതി. ഓക്കെ, വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് ആണ് 2025 തീം എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് ഡയറക്ടർ ജനറലാണ് ആശിഷ് ഖന്ന. അത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഒരു കാര്യമായിരുന്നു. ഇതിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ മാറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ ആശിഷ് ഖന്നയാണ് ഇത് ISA എന്ന ഫൗണ്ട് ചെയ്ത് 2015 ISA ഫൗണ്ട് ചെയ്ത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാനുള്ള കാര്യമാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഗുരുഗ്രാമിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് ഗുരുഗ്രാമാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. അടുത്ത് 68th കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ഹാസ് ബീൻ ഹെൽഡ് ഇൻ ബ്രിഡ്ജ്ടൗൺ ബാർബഡോസ്. അതായത് 68ാമത്തെ കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത് ചോദിക്കുക. എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? എവിടെയാണ്? ബാർബഡോസ്, ബ്രിഡ്ജ്ടൗൺ ബാർബഡോസിലാണ് ഇത് 68ാമത്തെ കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കോൺഫറൻസ് സബ്മിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ചോദിക്കാം. കാരണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം ചോദിക്കാൻ വളരെ ഹൈ ചാൻസ് ഉള്ള നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കണ്ടപ്പേഴ്സ് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വലിച്ചു വാരി എല്ലാം നമ്മൾ ചെയ്യാറില്ല. കാരണം നമ്മൾ ഭയങ്കര ഓവറായിട്ട് കറണ്ട് അഫയേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള പറഞ്ഞു എപ്പോഴും നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് പഠിക്കാനുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദ ഇന്ത്യ മൊബൈൽ
ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് IMC ഈസ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി. അടുത്ത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് അത് എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? ന്യൂഡൽഹിയിലാണ് കണ്ടക്ട് ചെയ്ത്. ഇന്ത്യയിലാണ് കണ്ടക്ട് ചെയ്യുന്നത് പഠിക്കുക. ഇന്ത്യയിലാണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ ആയിരിക്കും, ഇന്ത്യയിലാണെങ്കിൽ ഉറപ്പായിട്ടോടെയാണ് ന്യൂഡൽഹി ആയിരിക്കും ഇത് മിക്കപ്പോഴും കണ്ടക്ട് ചെയ്യാറുള്ളത്. മസ്റ്റായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു തീം കൂടെ നോക്കാം. ഇന്നോവേറ്റ് ടു ട്രാൻസ്ഫോം എന്നാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് കേട്ടോ. ഇന്നോവേറ്റ് ടു ട്രാൻസ്ഫോം. ഇന്നോവേറ്റ് ടു ട്രാൻസ്ഫോം ആണത് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് തീം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ന്യൂഡൽഹിയിലാണ് ഇത് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. അത് മാത്രമല്ല അതിൻ്റെ കൂടെ എന്താണ് അത് ഇതിൻ്റെ ഒരു തീമും കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ചൈന അൺവീൽ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ CR450. നോക്കിയാൽ വേൾഡിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനിൻ്റെ പേരാണത് CR450 എന്ന് പറയുന്നത്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ ആലോചിക്കുക, സി എന്ന് പറയുമ്പോൾ ആരാണ്? അത് ചൈനയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. CR450 ചൈനയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത് വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് 2025. വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റായ കൺസ്യൂമർ ബാങ്ക് 2025 അവാർഡ് ലഭിച്ചവർക്കാണ്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണത് വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ SBIക്കാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അടുത്ത് കേരള സ്റ്റേറ്റ് ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു ബി ഡിക്ലെയർഡ് ഫ്രീ ഫ്രം എക്സ്ട്രീം പോവർട്ടി. നമ്മളൊക്കെ കുറേ പേര് സ്റ്റാറ്റസ് ആക്കി കാണും, അതായത് ദാരിദ്ര്യ ഇതിൻ്റെ ഏറ്റവും നമ്മൾ കേരളം എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ് ബിക്കം ഡിക്ലെയർഡ് ഫ്രീ ഫ്രം എക്സ്ട്രീം പോവർട്ടിയിൽ നിന്നാണ് ഫ്രീ ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റാണിത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമുക്കറിയാം, കാരണം കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓബ്വിയസ്ലി എന്താണ് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും. നമ്മളെപ്പോഴും എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ എന്നാലും നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓഫ് പോയിന്റ് വ്യൂവിൽ നിന്നാണ് നമ്മളത് പഠിച്ചു വെക്കണം, കാരണം അതും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് സ്പോർട്സ് സ്പോർട്സ് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം നമുക്ക് നോക്കാം. 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസ് ആണ്. എവിടെ വെച്ചാണ് നടന്നത്? ഹോസ്റ്റ് നടന്നത് ബഹ്റൈൻ. ബഹ്റൈനിലാണത് ഇത് നടന്നത് കേട്ടോ. ഹോസ്റ്റ് ബഹ്റൈൻ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഒരു ഇവന്റ് നമ്മളൊരു സ്പോർട്സ് ഇവന്റ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതാണ്. ബഹ്റൈൻ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്ത്. നെക്സ്റ്റ് രണ്ടാമത്തെയാണ് ചൈന ടോപ്പ് ഇൻ ദിസ് ഇവന്റ്. ഈ ഇവന്റിൽ ഏറ്റവും ടോപ്പായ ഏറ്റവും ഫസ്റ്റ് കിട്ടിയാർക്കാണ് ചൈനയാണ്. 63 ഗോൾഡ്, 49 സിൽവർ, 35 ബ്രോൺസ്. ഇത്രയും മെഡൽസ് കരസ്ഥമാക്കിക്കൊണ്ട് ചൈനയാണ് അതിനകത്ത് ടോപ്പ് ആയി മാറിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രമാണ്? ഇന്ത്യയുടെ റാങ്ക് 6ാമതാണെന്ത് ഇന്ത്യയുടെ റാങ്ക്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നെങ്കിൽ ചൈന ടോപ്പ്. ഈ മെഡൽസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ്സും ഇന്ത്യയുടെ മെഡൽസും ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. നമുക്ക് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 13 ഗോൾഡ്, 18 സിൽവർ, 17 ബ്രോൺസും ആയിരുന്നു ഇന്ത്യയുടെ ഇന്ത്യ നേടിയ മെഡൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇന്ത്യാസ് ബോയ്സ് ആൻഡ് ഗേൾസ് കബഡി ടീം ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടാണ്. അപ്പോൾ അത് ചോദിക്കാം, ഇന്ത്യാസ് ബോയ്സ് ആൻഡ് ഗേൾസ് ടീം കബഡിയിൽ കബഡിയിൽ എന്താണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അത് മാത്രം ഒന്ന് പഠിക്കുക കേട്ടോ. 13 ഗോൾഡ് ഉണ്ട്, പക്ഷേ എല്ലാം പഠിക്കേണ്ട. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കബഡി ടീമിൻ്റെ എന്താണ് മെൻസും അതുപോലെ ബോയ്സും ഗേൾസും രണ്ടുപേരും എന്താണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഈ മെഡൽസും എത്ര മെഡൽസാണ്? 13 ഗോൾഡ്, 18 സിൽവർ, 17 ബ്രോൺസ്. ഈ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ടോട്ടൽ 48 മെഡൽസാണ് സ്വന്തമാക്കിയെന്നും അതിൻ്റെ കൂടെ എന്താണ് ആഡ് ഓൺ പോയിന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ചൈന ടോപ്പായി, ബഹ്റൈനിലാണ് കണ്ടക്ട് ചെയ്ത്. ഇന്ത്യക്ക് എത്ര ടോട്ടൽ 48 മെഡൽസ് ഉണ്ടായിരുന്നു, 13 ഗോൾഡ് ഉണ്ടായിരുന്നു. അതുപോലെ ബോയ്സ് ആൻഡ് ഗേൾസ് കബഡി ടീം എന്നാണ് ഗോൾഡ് മെഡലും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ലോഞ്ച് വിശ്വാസ് സ്കീം ടു റെഡ്യൂസ് ലിറ്റിഗേഷൻ ടു EPF. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ കോർട്ട് കേസുകൾക്കില്ലേ, ഈ കോർട്ട് കേസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാന്നുള്ളത് വിശ്വാസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നു കേട്ടോ. റെഡ്യൂസ് കോർട്ട് കേസ്, അത് എംപ്ലോയീസിൻ്റെ അതായത് എംപ്ലോയീസിൻ്റെ കോർട്ട് കേസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് കുറച്ചും കൂടെ എന്താണ് അവരെ കുറച്ചും കൂടെ എന്താണ് ജോബ് വർക്കിംഗ് കണ്ടീഷൻസ് കുറച്ചും കൂടെ ഓക്കെ ആക്കാൻ വേണ്ടിയുള്ളൊരു സ്കീമാണിത് വിശ്വാസ് സ്കീം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നെക്സ്റ്റ് പലവ് ഹോസ്റ്റഡ് ദ വേൾഡ്സ് ഫസ്റ്റ് ലൈവ് അണ്ടർ വാട്ടർ ഇൻ്റർവ്യൂ. വേൾഡ് തന്നെ ഫസ്റ്റ് ആദ്യത്തെ എന്താണ് ലൈവ് അണ്ടർ വാട്ടർ ഇൻ്റർവ്യൂ കൺട്രീസ് ആണ്. പലവ് വേൾഡിൽ തന്നെ ഫസ്റ്റ് ലൈവ് അണ്ടർ വാട്ടർ ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. അടുത്താണ് സാക്ഷം. സാക്ഷം എന്താണ്? ആൻറ്റി ഡ്രോൺ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ബൈ ദ ഇന്ത്യൻ ആർമി ഇൻ കൊളാബറേഷൻ വിത്ത് ബെല്ലുമായിട്ട് കൊളാബറേഷൻ വിത്ത് ഡെവലപ്പ് ചെയ്ത ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണിത് സാക്ഷം എന്ന് പറയുന്നത്. അതായത് എനിമി ഡ്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാനും ടു ഡിറ്റക്ട്
അതുപോലെ ട്രാക്ക്, പിന്നെ ന്യൂട്രലൈസ് ചെയ്യുക, ന്യൂട്രലൈസ് എനിമി ഡ്രോൺസ്, എനിമി ഡ്രോൺസ് ടു ഡിറ്റക്ട്, ട്രാക്ക്, ന്യൂട്രലൈസ് എനിമി ഡ്രോൺസ് ആണ് മെയിനായിട്ട് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. സാക്ഷ്യത്തിൻ്റെ പർപ്പസ് ആണത് ടു ഡിറ്റക്ട്, ട്രാക്ക് ആൻഡ് ന്യൂട്രലൈസ് എനിമി ഡ്രോൺസ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതാണത് സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷ്യത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ ആരാണ് ലോഞ്ച് ചെയ്ത്, ഇന്ത്യൻ ആർമിയാണ് ഇത് ലോഞ്ച് ചെയ്ത കാര്യങ്ങളും പഠിച്ചു വെക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 2025 വീണ്ടും അഗെയിൻ ഒരു സ്പോർട്സ് ഇവൻ്റ് ആണ്. 2025 BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ആണ്. നോക്കാം. ഹോസ്റ്റ് നടന്നത് ഗുവാഹട്ടി, ആസാമിലെ ഗുവാഹട്ടിയിലാണ് 2025 എന്താ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്ത്. ചൈനയാണെന്ത് ഈ ഒരു ഇവൻറ്റിലെ ടോപ്പായി മാറിയത്. 4 ഗോൾഡും അതുപോലെ 4 ബ്രോൺസും സ്വന്തമാക്കിക്കൊണ്ട് ചൈന ടോപ്പായി മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ റാങ്ക് എത്രയാണ്? ഇന്ത്യ റാങ്ക് 5. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ പഠിക്കേണ്ടത് ടോപ്പ് പഠിക്കുക, പിന്നെ ഇന്ത്യ റാങ്ക് പഠിക്കുക, ഇന്ത്യയുടെ മെഡൽ സിസ്റ്റം ഒന്ന് പഠിച്ചു നോക്കുക. ഇന്ത്യക്ക് എന്താണ് 1 സിൽവറും 1 ബ്രോൺസും ആണത് ഇന്ത്യക്ക് ലഭിച്ചത്. അങ്ങനെ ഇന്ത്യ 5th റാങ്ക് ആണത് ഇതിനകത്ത് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, തൻവി ശർമ്മ ഗോട്ട് ബ്രോൺസ് മെഡൽ. ഓക്കെ, തൻവി ശർമ്മയ്ക്കാണ് ബ്രോൺസ് മെഡൽ കിട്ടിയിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പേര് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ബ്രോൺസ് കിട്ടിയ ഇവൻറ്റ് കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ എത്രാമത്തെ റാങ്ക് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? ഗുവാഹട്ടി, ആസാം. ഓക്കെ, ഗുവാഹട്ടി ആസാമിലാണിത് 2025 വേൾഡ് BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഷെറി സിംഗ് വോൺ ഇന്ത്യാസ് ഫസ്റ്റ് മിസ്സസ് യൂണിവേഴ്സ് ടൈറ്റിൽ. ഓക്കെ, മിസ് യൂണിവേഴ്സ് ടൈറ്റിൽ ആരാണ്? ഷെറി സിംഗ് ആണ് സ്വന്തമാക്കിയപ്പോൾ. മിസ് യൂണിവേഴ്സ്, അതുപോലെ എന്താണ് മിസ് വേൾഡ്, മിസ് ഇന്ത്യ ഒക്കെ എല്ലാം ചോദിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇങ്ങനത്തെ ഇവൻറ്റ്സ് ചോദിക്കാറുണ്ട്. ഇവൻ ഷെയർ ആണ്, എന്നാൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഇൻ കേസ് പറയാൻ പറ്റില്ല നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് ജാനറ്റ് പെട്രോ വാസ് ദ ഫസ്റ്റ് വുമൺ ടു ലീഡ് നാസ ആസ് ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നാസയുടെ ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജാനറ്റ് പെട്രോ. ഓക്കെ, ജാനറ്റ് പെട്രോ വാസ് ദ ഫസ്റ്റ് വുമൺ. ഓക്കെ, ഫസ്റ്റ് വുമൺ ടു ലീഡ് ആസ് ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ. ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററുള്ള ആദ്യത്തെ ആളാണെന്ന്. ഓക്കെ, ജാനറ്റ് പെട്രോ എന്ന് പറയുന്നത് കേട്ടോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്താണ് ശുഭാൻഷു ശുക്ല ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് വികസിത് ഭാരത് ബിൽഡത്തോൺ 2025. നമുക്കറിയാം അല്ലേ, ശുഭാൻഷു ശുക്ല ഫസ്റ്റ് ഇന്ത്യൻ ഫോർ ആക്സിയോം മിഷൻ 4 വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ആണെന്ന് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത് അല്ലേ. ആക്സിയോം മിഷൻ 4. ഓക്കെ, അതിനകത്തൊരു മെമ്പറാണത് നമ്മുടെ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് വികസിത് ഭാരതിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് മജേഖർ. ഓക്കെ, മജേഖർ പ്രൊജക്ട് എന്താണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ഓണർഷിപ്പ് റൈറ്റ്സ് ടു റെസിഡൻസ് ഹു ഹാവ് ബീൻ ലിവിംഗ് ഇൻ ഹൗസസ് ഓൺ ഗവൺമെൻറ് ഓർ കമ്മ്യൂണിറ്റി ലാൻഡ് ഫോർ എ ലോങ് ടൈം. അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലാൻഡുകളൊക്കെ കുറേ നാൾ താമസിക്കുന്നവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള എന്താണ് റെസിഡൻസ് അവകാശം കൊടുക്കുന്ന ഭാഗമായിട്ടുള്ള ഒരു സ്കീമാണ് മജേഖർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് കോൾ ഇന്ത്യാസ് ഫസ്റ്റ് ഓൾ വുമൺ സെൻട്രൽ സ്റ്റോർ യൂണിറ്റ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ ഛത്തീസ്ഗഡ്. ഓക്കെ, കോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഓൾ വുമൺ സെൻട്രൽ സ്റ്റോർ യൂണിറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത്? ഛത്തീസ്ഗഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകളാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഡോക്ടർ സൊനാലി ഘോഷ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദ കെൻടോൺ ആർ മില്ലർ അവാർഡ് ഫ്രം IUCN ഇൻ 2025. ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡാണ്. ഇതൊക്കെ എന്താണ് ചോദിക്കാൻ ചാൻസസ് വളരെ കൂടിയ ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ആരാണ്? ഡോക്ടർ സൊനാലി ഘോഷ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ ആണ്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ്. കാരണം ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഇത്. ഈ IUCN അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് ഇന്ത്യൻ അല്ലേ. അപ്പോൾ എന്താണ് ചോദിക്കാനുള്ള ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് എന്താണ് വളരെ കൂടുതലാട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. സുനിൽ അമൃത് വോൺ ദ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് 2025. ഓക്കെ, ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് ആരാണ് സ്വന്തമാക്കിയത്? അത് സുനിൽ അമൃത്. ഓക്കെ, സുനിൽ അമൃത് ആണെന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏത് ബുക്കിന് വേണ്ടിയാണെന്ന് ചോദിക്കാം. ഇതാണ് ദ ബേണിംഗ് എർത്ത് എന്ന ബുക്കിനാണെന്ന് അക്കാഡമി ബുക്ക് പ്രൈസ് സുനിൽ അമൃതിന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റ് ആയിട്ടും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് Pratibha M. Singh has been appointed as the chairperson of
വിപ്പോസ് അഡ്വൈസറി ബോർഡ് ഓഫ് ജഡ്ജസ്. ഓക്കെ, അഗെയിൻ വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആണ്. പ്രതിഭ എം സിംഗ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് വിപ്പോസ് അഡ്വൈസറി ബോർഡ് ഓഫ് ജഡ്ജസ്. ഓക്കെ, വിപ്പോസ് അഡ്വൈസറി ബോർഡ് ഓഫ് ജഡ്ജസിന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? പ്രതിഭ എം സിംഗിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഗെയിൻ നമ്മുടെ നീരജ് ചോപ്രയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇവന്റ് ആണ്. നീരജ് ചോപ്ര ഹാസ് ബീൻ കോൺഫേർഡ് ദ ഓണറി ഓഫ് ലഫ്റ്റനന്റ് കേണൽ ഇൻ ദ ടെറിട്ടോറിയൽ ആർമി. ഓക്കെ, ലഫ്റ്റനന്റ് എന്താണ് പദവി നീരജ് ചോപ്രയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലേ? നമുക്കറിയാം നീരജ് ചോപ്ര ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ ഗോൾഡ് മെഡൽ. ഒക്കെ ഗോൾഡ് അത്ലറ്റിക്സിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ നീരജ് ചോപ്ര ഒരു ലെഫ്റ്റനന്റ് കേണൽ ഇൻ ടെറിട്ടോറിയൽ ആർമി എന്നൊരു പദവി എന്താണ് അദ്ദേഹത്തിന് അലങ്കരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നീരജ് ചോപ്രയാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് വാല്യൂ അതിന് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ അത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, India's first commercial electric truck battery swapping and charging station was inaugurated in Haryana. Okay, commonly കാണുന്ന ന്യൂസുകൾ അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഇലക്ട്രിക് ട്രക്ക്. ഓക്കെ, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഇലക്ട്രിക് ട്രക്ക് ബാറ്ററി സ്വാപ്പിംഗ് ആൻഡ് ചാർജിങ് സ്റ്റേഷൻ എവിടെയാണ്? ഹരിയാനയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത, ഒഡീഷ സ്റ്റേറ്റ് അനൗൺസ് ദ ഗ്യാന യജ്ഞായ മണ്ഡപ്. ഓക്കെ, ഗ്യാന യജ്ഞായ മണ്ഡപ് ഡിജിറ്റൽ ലൈബ്രറി. എന്താണ് ഈ ഗ്യാന യജ്ഞായ എന്ന് വെച്ചാൽ? ടു പ്രിസർവ് ജഗന്നാഥ്, ടു പ്രിസർവ് ജഗന്നാഥ് ടെമ്പിൾ ഹെറിറ്റേജ്. ഓക്കെ, ടു പ്രിസർവ് ജഗന്നാഥ് ടെമ്പിൾ ഹെറിറ്റേജ്. അടുത്താണ്, അശ്വിനി വൈഷ്ണവ് ഇനാഗ്രേറ്റഡ് ദ നെയിലിറ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഇതാണ് NIELIT എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണത്. NIELIT നീലിറ്റ് എന്ന് പറയും, നെയിലിറ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ്? അശ്വിനി വൈഷ്ണവ്, റെയിൽവേ മിനിസ്റ്ററായ അശ്വിനി വൈഷ്ണവ് ആണത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് നോക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് NIELIT എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, അടുത്താണ്, സിധി ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാസ് അച്ചീവ്ഡ് എ 72% ലിറ്ററസി റേറ്റ്. ഓക്കെ, 72% ലിറ്ററസി റേറ്റ് സിധി ട്രൈബൽ കമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ട്രൈബൽ ലിറ്ററസി റേറ്റ് ലഭിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളാണ്. അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക, സിധി ട്രൈബൽ കമ്മ്യൂണിറ്റിക്കാണ് 72% ലിറ്ററസി റേറ്റ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത്, പർപ്പിൾ ഫെയർ. ഓക്കെ, പർപ്പിൾ ഫെയർ നമ്മൾ നേരത്തെ തെലങ്കാന ബതുകാമ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ എന്താണ് ലഭിച്ചെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ ഗോവയിൽ നടക്കുന്ന ഒരു ഫെയർ ആണിത് പർപ്പിൾ ഫെയർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പർപ്പിൾ ഫെയർ എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിക്കാം. അത് ഗോവയിൽ ആണിത് പർപ്പിൾ ഫെയർ കണ്ടക്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യാസ് ഫസ്റ്റ് റിയൽ ടൈം ഫ്ലഡ് ഫോർകാസ്റ്റ് സിസ്റ്റം ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ ചെന്നൈ. ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് റിയൽ ടൈം ഫ്ലഡ് ഫോർകാസ്റ്റ് സിസ്റ്റം എവിടെയാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ചെന്നൈയിലാണിത് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്താണ്, ഉറുഗ്വേ കൺട്രി ബിക്കം ദ ഫസ്റ്റ് ഇൻ ലാറ്റിൻ അമേരിക്ക ടു ലീഗലൈസ് യുത്തനേഷ്യ. ഓക്കെ, യുത്തനേഷ്യ ലീഗലൈസ് ചെയ്യുന്ന ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ കൺട്രി ആരാണ്? അത് ഉറുഗ്വേ ആണ്. ഓക്കെ, ഉറുഗ്വേ കൺട്രി ആണ് ദ ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ കൺട്രി ടു ലീഗലൈസ് യുത്തനേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത്, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ദ വി റൈസ് ഇനിഷ്യേറ്റീവ്. അതായത് വുമൺ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം ആണ് ഈ വി റൈസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ടു സപ്പോർട്ട് 100 ഹൈ ഗ്രോത്ത് വുമൺ ലെഡ് MSMEs. ഓക്കെ, അതായത് വുമൺ എംപവർമെന്റിന് കുറച്ചും കൂടെ ആ ഒരു വിങ്ങിന്റെ ഭാഗമായിട്ട് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അതായത് 100 ഹൈ ഗ്രോത്ത് വുമൺസ് ലെഡ് MSMEs. ഓക്കെ, സ്മോൾ ഫാക്ടറീസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് വി റൈസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാട്ടോ വി റൈസ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ ആരാണ്? മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു സപ്പോർട്ട് 100 ഹൈ ഗ്രോത്ത് വുമൺ ലെഡ് MSMEs ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ, വി റൈസ് എന്ന് പറയുന്നത്. അടുത്ത്, നെക്സ്റ്റ് വൺ ആണ് 2025 വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് ഇവൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഹെൽഡ് അറ്റ് ന്യൂഡൽഹി, ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ആർക്കാണ്? ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ബ്രസീലാണ്, സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് ചൈനയ്ക്കാണ്. അപ്പോൾ ടോപ്പായത് ഇവൻ്റെ ടോപ്പായത് ബ്രസീലാണ്, സെക്കൻഡ് ആയിരിക്കുന്നത് ചൈനയാണ് ഇതിനകത്ത് സെക്കൻഡ് ആയിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 10th ആണ്. എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡോട് പഠിക്കുക പ്ലസ് എന്താണ് ഇന്ത്യയുടെ റാങ്ക് എത്താതെ 10th റാങ്ക് ആണ്. അതുപോലെ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം നോക്കുക. 6 ഗോൾഡ്, 9 സിൽവർ, 7 ബ്രോൺസ്. ഓക്കെ, 9, 15, 7, 22 മെഡൽസ് ആണ് ഇത് ടോട്ടല് കരസ്ഥമാക്കിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ,
22 മെഡൽസ് ആണ് ടോട്ടൽ ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിനകത്ത് 6 ഗോൾഡുകളുണ്ട്. ഇനി നോക്കാം നിഷാദ് കുമാർ, ശൈലേഷ് കുമാർ, സഞ്ജയ് സാഗർ, സുമിത് അന്തിൽ, റിങ്കു ഹൂഡ അവർക്കൊക്കെയാണത് 6 ഗോൾഡ് മെഡൽസ് ലഭിച്ചത്. അപ്പോൾ ഈ ഗോൾഡ് മെഡൽ ലഭിച്ച ആൾക്കാരുടെ പേരുകൾ മാത്രം ജസ്റ്റ് നിങ്ങൾ പഠിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഓപ്ഷൻ കാണാൻ പെട്ടെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഓർമ്മയെന്ന് വന്നാൽ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് നോക്കി നോക്കുക ടോട്ടൽ മെഡൽസ് എത്രയാണ്, എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്ത്, ഫസ്റ്റ് ആരാണ്, സെക്കൻഡ് ആരാണ്, ഓക്കെ ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണെന്ന് നോട്ട് ചെയ്ത് നോക്കുക. പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണെന്നും നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് ആന്ധ്രാപ്രദേശ് വോൺ ദ ഗ്ലോബൽ ടൂറിസം അവാർഡ് 2025. ഓക്കെ, ഗ്ലോബൽ ടൂറിസം അവാർഡ് 2025 ലഭിച്ചത് ആർക്കാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിനാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിനാണ് 2025 ഗ്ലോബൽ ടൂറിസം അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോട്ട് ചെയ്തോട്ടി, കാരണം ഗ്ലോബൽ ടൂറിസം അവാർഡ്സ് ഒക്കെ അങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് കൂടിയാട്ടോ. അടുത്ത് DRDO അൺവീൽ ദ ഇന്ത്യൻ റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ 1.0. ഓക്കെ, ആരാണ് ലോഞ്ച് ചെയ്ത്, ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, ആരാണ് ഈ റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, ഇന്ത്യൻ റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തത്? ഓക്കെ, ഈസിയാണ്, DRDO ആണ് ബിൽഡ് ചെയ്തത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അടുത്ത് മാഹി, ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ആൻറ്റി സബ്മറൈൻ വെസൽ. ഓക്കെ, ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൻറ്റി സബ്മറൈൻസ് വെസലിൻ്റെ പേരാണിത് മാഹി എന്ന് പറയുന്നത്. ആരാണ് ബിൽഡ് ചെയ്തത്? ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ് കേട്ടോ, ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓക്കെ, കൊച്ചിൻ ഷിപ്പ്യാർഡ്. അടുത്ത എലോൺ മസ്ക് ബിക്കം ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് വർത്ത് 500 ബില്യൺ, അതായത് ടോപ്പ്. ഓക്കെ, ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും പണക്കാര ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 500 ബില്യൺ ഏറ്റവും ഫസ്റ്റ് വയ്ക്കുന്ന എലോൺ മസ്ക്. അപ്പോൾ എലോൺ മസ്ക് ആണ് ആദ്യമായിട്ട് 500 ബില്യൺ വർത്ത് എന്നൊരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് എത്തിയിരിക്കുന്ന ആദ്യത്തെ ആളാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇപ്പോൾ 700 ബില്യണൊക്കെ ആയിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷേ 500 ബില്യൺ ആദ്യത്തെ ഒരു വേൾഡ് വർത്ത് ലഭിച്ച അല്ലെ ആദ്യത്തെ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയ ഫസ്റ്റ് പേഴ്സൺ ആണ് എലോൺ മസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് അരുണാചൽ സ്റ്റേറ്റ് ഹാസ് ലോഞ്ച് ഇറ്റ്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കോൾ മൈൻ അറ്റ് നാംചിക്. അരുണാചൽ പ്രദേശ് എന്താണ് സ്റ്റേറ്റ്, അതിൽ അവിടുത്തെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കോൾ മൈൻ നാംചിക് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാംചിക് സ്ഥലം ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കോൾ മൈൻ അരുണാചൽ പ്രദേശിനാണ് സിറ്റി നിന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ജസ്പ്രീത് ബുംറ ബിക്കം ദ ഫസ്റ്റ് പേസർ ടു പ്ലേ 50 മാച്ചസ് ഇൻ ഓൾ ഫോർമാറ്റ്സ്. അതായത് ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റ്സും ODI, ടെസ്റ്റ്, T20 അങ്ങനെ എല്ലാ ഫോർമാറ്റ്സിലും ആദ്യമായിട്ട് ഫസ്റ്റ് പേസർ ടു പ്ലേ, അതിൽ ഫസ്റ്റ് ബോളർ ടു പ്ലേ 50 മാച്ചസ് ഇൻ ഓൾ ഫോർമാറ്റ്സ്. എല്ലാ ഫോർമാറ്റിലും 50 മാച്ച് കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ പേസറാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പല ഫാസ്റ്റ് ബോൾ ആൾക്കാർക്കും എല്ലാ ഫോർമാറ്റിലും അവർ എല്ലാ കളിയും കളിക്കുക. ചിലവർ ടെസ്റ്റിലായിരിക്കും, ചിലർ T20 ആയിരിക്കും, ഓക്കെ ചിലർ ODIയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഓക്കെ ആയിരിക്കില്ല. പക്ഷേ ബുംറ എന്താണ് എല്ലാ ഫോർമാറ്റിലും അദ്ദേഹം 50 മാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് വജ്ര ചന്ദ്രശേഖര won the 2025 Ursula K. Le Guin Prize for Fiction. ഓക്കെ, ഫിക്ഷൻ കാറ്റഗറിയിൽ കൊടുക്കുന്ന ഒരു അവാർഡാണെന്ത് ഈ ഉർസുല കെ ലെ ഗോയിൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണ് അത്? വജ്ര ചന്ദ്രശേഖരനാണെന്ത് ഈ 2025 ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് മാക്സ് വെസ്റ്റാപ്പൻ ഹാസ് വോൺ ദ F1 US ഗ്രാൻഡ് പ്രിക്സ്. ഓക്കെ, F1 US ഗ്രാൻഡ് പ്രിക്സ് ആരാണ്? ഒബ്വിയസ്ലി മിക്കപ്പോഴും ഒന്നെങ്കിൽ ലൂയിസ് ഹാമിൽട്ടൺ അല്ലെങ്കിൽ മാക്സ് വെസ്റ്റാപ്പൻ. ഇവർ രണ്ടുപേരായിരിക്കും എല്ലാ ഗ്രാൻഡ് പ്രിക്സുകളും സ്വന്തമാക്കുന്നത്. അപ്പം ഗ്രാൻഡ് പ്രിക്സ് ഏതാണ്? F1 US ഗ്രാൻഡ് പ്രിക്സ് ആർക്കാണ് ലഭിച്ചത്? മാക്സ് വെസ്റ്റാപ്പൻ ആണ് US ഗ്രാൻഡ് പ്രിക്സ് ലഭിച്ചിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത അയോധ്യ സിറ്റി സെറ്റ് എ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബൈ ലൈറ്റിംഗ് ഓവർ 26 lakh ദിയാസ്. ഓക്കെ, 26 ലക്ഷം ദീപം ലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അയോധ്യ സിറ്റി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കാം, ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഉന്മേഷ 2025, the third edition of the Unmesha International Literature Festival held in Patna, Bihar. ഓക്കെ, അപ്പോൾ നോക്കാം, തേർഡ് എഡിഷൻ ഓഫ് ഉന്മേഷ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണ്. അപ്പം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? ബീഹാറിലെ പാട്ന എന്നുള്ള സ്ഥലത്താണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആരാണ് ഇത്? ഉന്മേഷ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ആ പേര് ഉന്മേഷ എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? ഓക്കെ, പാട്ന, ബീഹാറിലെ പാട്നയിലാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നതും ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം October 1 വെച്ചാൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ആണ്
ഒക്ടോബർ 1 എന്ന് പറയുന്നത്. ഒക്ടോബർ 2 ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്. ഓക്കെ, നമുക്കറിയാം ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ഗാന്ധിയുടെ ബർത്ത്ഡേ. അതുപോലെ 5th ഒക്ടോബർ 5 ആണത് വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഓക്കെ, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ് ഒക്ടോബർ 5 കേട്ടോ. തീം എന്താണെന്ന് നോക്കാം. തീം ദ ടീച്ചേഴ്സ് വി നീഡ് ഫോർ എഡ്യൂക്കേഷൻ വി വാണ്ട് ആണത് നമുക്ക് 2025 തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒക്ടോബർ 8 നോക്കിയും ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ്. ഇന്ത്യൻ ആർമിയുടെ, എയർഫോഴ്സ് ഡേ, നേവിയുടെ, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആണ് എയർഫോഴ്സ് ഡേ എന്ന് പറയുന്നത്. ഒക്ടോബർ 8 ആണ് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്ന് പറയുന്നത്. മോഡറൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ റെഡിനെസ് ആണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അത് 10 ആണ് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. ഒക്ടോബർ 10 ആണ് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. അടുത്ത് വീണ്ടും അഗെയിൻ ഒക്ടോബർ 10 ആണ് നാഷണൽ പോസ്റ്റൽ ഡേ എന്നാണ്. അതും ഒക്ടോബർ 10 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫ് മീൻസ് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒക്ടോബർ 11 എന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾസ് ചൈൽഡ് ആണ് ഒക്ടോബർ 11 എന്ന് പറയുന്നത്. അടുത്ത ഒക്ടോബർ 16 നോക്കാം, എന്താണ് വേൾഡ് ഫുഡ് ഡേ ആണ് ഒക്ടോബർ 16 എന്ന് പറയുന്നത്. ഒക്ടോബർ 24 നോക്കാം, യുണൈറ്റഡ് നേഷൻസ് ഡേ ആണ് ഒക്ടോബർ 24 എന്ന് പറയുന്നത്. ഒക്ടോബർ 31 നോക്കാം, നാഷണൽ യൂണിറ്റി ഡേ ആണ് ഒക്ടോബർ 31 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്ടോബറിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിസ്റ്റേക്സ് കാര്യങ്ങളെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ വീഡിയോസ് എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഇതിൻ്റെ PDF, അതായത് ഈ നോട്ടിൽ ഈ മെറ്റീരിയലിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ SMLE ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ, അതിനകത്ത് ഫ്രീ മെറ്റീരിയൽ സെക്ഷനിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത നെക്സ്റ്റ് ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.